ഭർത്താവ് തൊട്ട് കഴിഞ്ഞാൽ ഭാര്യയുടെ വുളു മുറിയും, ഭാര്യ തൊട്ട് കഴിഞ്ഞാൽ ഭർത്താവിന്റെ വുളു മുറിയും. രണ്ടും അന്യരാണ്. ആരാണിത് പഠിപ്പിച്ചത്? ഈ വീഡിയോ കേട്ടാൽ വിചാരിക്കും ഭാര്യയെ തൊട്ടാൽ വുളു മുറിയൂലാന്ന്. എന്നാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഫലംസു റജുലി ലി സൗജത്തിഹി ഔ ലി മർഅത്തിൻ അജ്നബിയ, ഒരന്യ സ്ത്രീയെ തൊട്ടാൽ അത് ഭാര്യയായാലും നാക്കിലുള്ളിൽ വുളു, അതൊക്കെ വുളുവിനെ മുറിച്ച് കളയുമെന്നാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നതനുസരിച്ച് മുറിയൂലെന്നാണ്. അപ്പോൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് മുറിയും. ഇയാൾ വേറെ ഏത് മദ്ഹബിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല. അതേസമയം മുറിയൂല എന്ന് പറയാൻ കാരണമായി പറയുന്ന ഏറ്റവും വലിയൊരു വിഡ്ഢിത്തമുണ്ട്. അതെന്താ നോക്കൂ, സ്വഹാബാക്കളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത് അവരുടെ ഭാര്യമാരാണ്. ഭാര്യ തൊട്ട് കഴിഞ്ഞാൽ വുളു നഷ്ടപ്പെടുമെന്നാണ് എങ്കിൽ എങ്ങനെയാണ് ആ മയ്യത്ത് കുളി ശരിയാവുക? സ്വഹാബിമാരൊക്കെ ഭാര്യമാരെ കുളിപ്പിക്കാറുണ്ടായിരുന്നു, ഭാര്യമാർ ഭർത്താക്കന്മാരെ കുളിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവർ തൊടുമ്പോൾ പോലെ വുളു മുറിയൂലേ എന്നാണ്. ഇൽത്തിക്കാവു ബശറത്തൈ റജുലി വൽ മർഅ, അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ വുളു മുറിയും. അവിടെ പറഞ്ഞ് കേൾക്കാം, വഅന്നഹു ലാ ഫർഖ ബൈനൽ ലാമിസി വൽ മൽമൂസി, തൊട്ടവൻ്റെയും തൊടപ്പെട്ടവൻ്റെയും വുളു മുറിയും. പക്ഷേ ലാക്കിൻ എന്നാൽ ലാ യന്തഖിലു വുളുഇൽ മയ്യിത്തി, മയ്യത്തിൻ്റെ വുളു മുറിയൂല. അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെതും കുളിപ്പിക്കുക, ഭർത്താവിന് ഭാര്യയുടേതും കുളിപ്പിക്കുക. അതൊക്കെ ഇമാമിയങ്ങൾ അവിടെ തന്നെ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. തൊടുന്ന വിഷയം മാത്രമല്ല, മയ്യത്തിന് വുളു എടുത്തതിൻ്റെ ശേഷം മയ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് മുന്തുവാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ എന്ത് വന്നാലും മയ്യത്തിൻ്റെ വുളു മുറിയൂല. പണ്ടൊക്കെ വേറെ കാരണമായിരുന്നു പറഞ്ഞിരുന്നത്, ഭാര്യയെ തൊട്ടാൽ വുളു മുറിയാതിരിക്കാൻ വേറെ കാരണങ്ങൾ. ഏത്? ഒരു ഹദീസുണ്ട്. ഇനി ആരെങ്കിലും അത് ഉദ്ധരിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ പറയാം. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു ബഅദ അസ്വാജിഹി സുമ്മ യുസല്ലി വലാ യതവല്ല. തങ്ങൾ ഭാര്യമാരെ ചുംബിച്ചിട്ട് പിന്നീട് വുളു എടുക്കാതെ തങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നു. ആ ഹദീസ് ലൈഫാണ്. ആ ഹദീസ് കൊണ്ട് തെളിവ് പിടിക്കാൻ പറ്റൂല എന്ന് ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേറൊന്ന് സാധാരണ പറയാറുള്ളൊരു ഹദീസ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ ഹദീസാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഞാനിങ്ങനെ കിടക്കും രാത്രി. അപ്പോൾ കിടക്കുന്ന സമയത്ത് തങ്ങളിടയ്ക്ക് എഴുന്നേറ്റ് നിസ്കരിക്കും. വരിജിലായ ഫീ ഖിബ്ലത്തി, എൻ്റെ രണ്ട് കാലുകളും തങ്ങളുടെ നിസ്കാരത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഫൈദാ സജദ ഗമസനി, തങ്ങൾ സുജൂദിലേക്ക് പോകുമ്പോൾ തങ്ങൾ എൻ്റെ കാലിങ്ങോട്ട് തട്ടിയിടും. ഫഖബൽ തുരിജിലയ്യ, ഞാൻ എൻ്റെ രണ്ട് കാലും അപ്പോൾ ഇങ്ങോട്ട് ചുരുട്ടി വെക്കും. അങ്ങനെ വീണ്ടും തങ്ങൾ ഖിയാമിലേക്ക് പോകും. അപ്പോൾ ഞാൻ കാല് നീട്ടി വെക്കും. ഉറക്കത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ചെറിയ ഹാഫ് മൈൻഡിൽ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിന്നീട് ഹദീസിൽ പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയുടെ കാല് തൊട്ടിയില്ലേ എന്നിട്ടും തങ്ങൾ നിസ്കരിച്ചില്ലേ എന്ന് പഴയ കാലം മുതലേ പറയലുണ്ട്. പക്ഷേ അവിടെയും ഇമാമിങ്ങൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. യഹ്തമിലു അന്നഹു ബിഹാഇലിൻ, ആയിഷ ബീവിയെ തൊട്ടത് നേരിട്ട് തൊട്ടതാണെന്ന് ഇതിന് തെളിവൊന്നുമില്ല. മറിച്ച് അത് മറയുടെ മുകളിലൂടെ തൊട്ടതാവാം. കാരണം കാലിൽ എന്തുണ്ടാകും? ഡ്രസ്സ് ഉണ്ടാകും. ആ ഡ്രസ്സിൻ്റെ മുകളിലൂടെ തൊട്ടതാവാനാണ് സാധ്യത എന്ന് ഇമാമിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തൊട്ടാൽ വുളു മുറിയും എന്ന് തന്നെയാണ് ഇമാമിയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവരൊക്കെ വിചാരിക്കണത് എന്താ? ഇമാമിയങ്ങൾ ആ ഭാഗമൊന്നും കണ്ടിട്ടില്ല എന്നാണ്. ഇമാമിയങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ഇമാമിയങ്ങൾ ചർച്ച ചെയ്തു പോയി. ലൗ മുസ്ഹത്തിൽ ഉൻഥ ഹൈവാനൻ, ഒരു സ്ത്രീ മറ്റൊരു ജീവിയായി, ഒരു കുരങ്ങായി മാറി, അല്ലെങ്കിൽ ഒരു കഴുതയായി മാറി, എന്നാൽ പിന്നെ ആ കഴുതയെ തൊട്ടാൽ വുളു മുറിയൂലേ? അല്ലേ? ഒരു പെണ്ണെന്തായി? നേരത്തെ പെണ്ണായിരുന്നു, ഇപ്പം കഴുതയാണ്. ആ കഴുതനെ തൊട്ടാൽ വുളു മുറിയോ? ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ലവിത്തസല ജുസുഉ ഹൈവാനിൻ ബി ഉളുവിംറാത്തിൻ, ഒരു പെണ്ണിൻ്റെ ഒരവയവത്തിൽ മറ്റൊരു മൃഗത്തിൻ്റെ ഭാഗം പിടിപ്പിക്കപ്പെട്ടു. വഹല്ലത്തിൽ ഹയാത്തു, എന്നിട്ട് അതിന് ജീവണ്ടായി. മറ്റൊരു മൃഗത്തിൻ്റെ കൈ ഒരു സ്ത്രീയുടെ കയ്യിൽ ഘടിപ്പിച്ചു എന്ന് മാത്രമല്ല അത് വർക്ക് ചെയ്യാനും തുടങ്ങി. എന്നാൽ വുളു മുറിയോ? വുളു മുറിയെന്ന് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു പോയി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഹദീസ് കാണുമ്പോഴേക്ക് എടുത്തു ചാടാതെ ആ ഹദീസു സംബന്ധിയായി ഇമാമിങ്ങൾ എന്തു പറഞ്ഞു എന്ന് കൃത്യമായി നോക്കുകയും അതുകൊണ്ട് ഹദീസുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം ഫിഖ്ഹിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് മതി ജുമുഅൻ്റെ മിമ്പറിലൊക്കെ കയറിയിട്ട് ഈ ജാതി പ്രസംഗങ്ങൾ നടത്താൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.